മുതിർന്ന പ്രവർത്തകൻ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട. അത് ഞാൻ പറയാം. മുതിർന്ന പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മൂലയിലൊന്നും ഇരിക്കാൻ ഞാൻ പോകുന്നില്ല. മനസ്സിലായോ? ഞാൻ തിരുവണ്ണാമലയിൽ രമണ മഹർഷി 14 വർഷം തപസ് ചെയ്ത വിരൂപാക്ഷ ഗുഹയിൽ പോയി ധ്യാനിച്ചവനാണ്. ഇവിടെ നമ്മുടെ മരുത്വാമലയിൽ ശ്രീനാരായണ ഗുരുദേവൻ 6 വർഷം തപസ് ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടിയ മരുത്വാമലയിലെ പിള്ളത്തടത്തിൽ പോയി ധ്യാനിച്ചു വന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പ്രായം പറഞ്ഞ് 77 വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ BJP അധ്യക്ഷനായി വന്നതിനു ശേഷം ആകെ വെട്ടിനിരത്തലാണ് BJP പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ നടന്നത്. ആദ്യം തന്നെ കെ സുരേന്ദ്രന്റെ അനുയായികളെ ഒക്കെ അടിച്ചുവാരി പുറത്തു കളഞ്ഞു. അതിനുശേഷം തന്റെ ഇഷ്ടക്കാരെ പാർട്ടിയുടെ എല്ലാ നിലകളിലും പ്രതിഷ്ഠിച്ചു. അങ്ങനെ രാജീവ് തന്റെ ഏകാധിപത്യ ഭരണം കേരളത്തിൽ കാഴ്ചവെക്കുകയാണ്. ഇത്രയും കാലം മുഴുവൻ ജനങ്ങളുടെയും ആക്ഷേപം കേട്ടുകൊണ്ട് മോദി സർക്കാരിനെയും മോദി സർക്കാരിന്റെ നടപടികളെയും പ്രകീർത്തിച്ച് ഈ കേരളത്തിൽ ജീവിച്ച സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ തേഞ്ഞൊട്ടി മാറി നിൽക്കേണ്ട ഗതികേടിലാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന് കണക്കിന് മറുപടി കൊടുക്കാൻ BJP അനുയായികൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല BJP പ്രസ്ഥാനത്തിനകത്ത്, സകലം ശാന്തം സമാധാനം എന്നൊക്കെ പറഞ്ഞ BJP-കാരുടെ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി. അത് പൊതുസഭകളിൽ കേട്ടത്. അങ്ങനെ എന്നെ വയസ്സനാക്കി ഒതുക്കി ഇരുത്തിയിട്ട് രാജീവ് കൂടുതൽ ഭരിക്കേണ്ട എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് BJP പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവ് CK പത്മനാഭനാണ്. മുതിർന്ന നേതാവ് എന്ന് പറഞ്ഞ് മൂലക്കിരുത്താൻ നോക്കേണ്ട എന്നും, നിങ്ങൾ അങ്ങനെ എന്നെ മൂലക്കിരുത്തിയാൽ ഇരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നും പൊതുവേദിയിലാണ് CK പത്മനാഭൻ പരസ്യമായി പ്രഖ്യാപിച്ചത്. ഇന്നലെ നടന്ന BJP-യുടെ വികസിത കേരളം കൺവെൻഷനിൽ കേരള BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ വേദിയിലിരുത്തി തന്നെയാണ് CK പത്മനാഭൻ തന്റെ പ്രഖ്യാപനം നടത്തിയത്. തമാശ രൂപേണയാണ് BJP നേതൃത്വത്തിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ശക്തമായ ഒളിയമ്പുകൾ CK നടത്തിയത്. മുതിർന്ന പ്രവർത്തകൻ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട. അത് ഞാൻ പറയാം. മുതിർന്ന പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മൂലയിലൊന്നും ഇരിക്കാൻ ഞാൻ പോകുന്നില്ല. മനസ്സിലായോ? ഞാൻ തിരുവണ്ണാമലയിൽ രമണ മഹർഷി 14 വർഷം തപസ് ചെയ്ത വിരൂപാക്ഷ ഗുഹയിൽ പോയി ധ്യാനിച്ചവനാണ്. ഇവിടെ നമ്മുടെ മരുത്വാമലയിൽ ശ്രീനാരായണ ഗുരുദേവൻ 6 വർഷം തപസ് ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടിയ മരുത്വാമലയിലെ പിള്ളത്തടത്തിൽ പോയി ധ്യാനിച്ചു വന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പ്രായം പറഞ്ഞ് 77 വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കേരളത്തിൽ അധികാരം കൊടുക്കാമെന്ന പ്രത്യാശ കൊടുത്താണ് കെ സുരേന്ദ്രനെയും ശോഭയെയും ഉൾപ്പെടെ കേരളത്തിൽ BJP-ക്ക് വേണ്ടി രാപ്പകലില്ലാതെ പൊതുജനത്തിന്റെ മുഴുവൻ ആക്ഷേപവും കേട്ടവരെയൊക്കെ തഴഞ്ഞിട്ടാണ് BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിനെ മോദി പ്രതിഷ്ഠിച്ചത്. അതുതന്നെ BJP-കാർക്ക് ഒട്ടും പിടിച്ച മട്ടല്ല. അതിനിടയിലാണ് രാജീവ് വന്നിട്ട് ഇതുവരെ BJP-ക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ ഒക്കെ ചവിട്ടി പുറത്താക്കി ചാണകവെള്ളം തളിക്കാൻ ഒരുമ്പെട്ടു നിൽക്കുന്നത്. അതിൽ BJP ഘടകത്തിനുള്ളിൽ തന്നെ വലിയ ആശയ വ്യത്യാസങ്ങളുണ്ട്. ഇതിനിടയിൽ നടന്ന പല BJP-യുടെ യോഗങ്ങളും തല്ലിപ്പിരിഞ്ഞാണ് അവസാനിച്ചതെന്നതും പകൽ പോലെ അറിയാവുന്ന കാര്യമാണ്, എത്ര മൂടി വെച്ചാലും. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാർ പരസ്യമായി ഇത്തരം പ്രതികരണങ്ങൾ നടത്തി തുടങ്ങിയത്. രാജീവിന്റെ ഒറ്റയാൾ പോരാട്ടം അങ്ങനെ കേരളത്തിൽ നടപ്പില്ല എന്ന് പറയാതെ പറയുക തന്നെയാണ് BJP നേതാക്കന്മാർ. കുത്തക മുതലാളിയായ രാജീവിന് നല്ല ധാരണയുണ്ട് എങ്ങനെ ഓരോരുത്തരെ ഒതുക്കണമെന്നും എങ്ങനെ തന്ത്രത്തിൽ വളരണമെന്നും. പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ അത് നടപ്പിലാകുമോ എന്ന കാര്യം കണ്ടറിയണം. കേരള രാഷ്ട്രീയത്തിൽ നടപ്പിലായാലും ഇല്ലെങ്കിലും BJP-ക്കുള്ളിൽ ആകെ അസംതൃപ്തി നിറഞ്ഞിട്ടുണ്ട്. BJP-ക്ക് മേൽ ഉരുണ്ടുകൂടിയ കറുത്ത മേഘം ഏത് നിമിഷവും പെയ്തൊഴിയാൻ കണക്കിന് തന്നെയാണ്. ബാക്കി കാത്തിരുന്നു കാണാം.